ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കേട്ടറ്റിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പിൽ നമ്മൾ നിർബന്ധമായും നോക്കേണ്ട, അതേപോലെ തന്നെ സൈക്കോളജിയിൽ 100% ചോദിക്കുന്ന ചില ഭാഗങ്ങൾ ഒന്ന് റാപ്പിഡ് ആയിട്ട് റിവൈസ് ചെയ്യാം എന്നതിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ എഴുതി വെച്ചോളൂ, ഇത് ഉറപ്പായും നിങ്ങൾക്ക് അടുത്ത ദിവസം എക്സാമിൽ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. തീർച്ചയായും അടുത്ത കേട്ടറ്റ് എക്സാം എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ എക്സാം കഴിഞ്ഞിട്ട് ഈ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ എന്നെ ഒന്ന് ഓർക്കുക. അതോടൊപ്പം ഇതിലോട്ട് താഴെ ഒന്ന് വന്ന് കമന്റ് കൂടെ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാം. നമ്മുടെ കേട്ടറ്റ് ആൻസർ കീയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എല്ലാ ആൻസർ കീയും ഉടൻ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ താഴെ കൊടുക്കാം, അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ കേട്ടിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഓഗസ്റ്റ് 10 ആരംഭിക്കുന്നുണ്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9446537087 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ആദ്യം നമ്മൾ നോക്കുന്ന ചോദ്യം ഇതാണ്. നമ്മുടെ മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്, അതായത് ആവശ്യങ്ങളുടെ ശ്രേണി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് എന്നൊരു ചോദ്യം നിർബന്ധമായും നമ്മളോട് ചോദിക്കാറുണ്ട്. അതാരാണ്? അത് മാസ്ലോ ആണ്, എബ്രഹാം മാസ്ലോ ആണ്. അദ്ദേഹത്തിന്റെ ഹൈറാർക്കി അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ശ്രേണി പ്രകാരം ഏറ്റവും അടിസ്ഥാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് ഫിസിയോളജിക്കൽ നീഡാണ്, അഥവാ ശാരീരികപരമായ ആവശ്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കോഡ് വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, അത് ഇനിയിപ്പോ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുവരെയായിട്ട് ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, എടുത്ത് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഏതാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. രണ്ടാമത്തെ ഏതാണ്? സേഫ്റ്റി നീഡ് ആണ്, അതായത് സുരക്ഷിതത്വപരമായ ആവശ്യങ്ങളാണ്. മൂന്നാമത് വരുന്ന ഏതാണ്? ബിലോണിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, അതായത് നമ്മൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹങ്ങൾ എന്നുള്ളതാണ്. പിന്നെ സെൽഫ് എസ്റ്റീം ആണ്, സ്വാഭിമാനപരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അത് റെസ്പെക്ട് കിട്ടണം, നമ്മൾ എല്ലാവരെയും അംഗീകരിക്കണം, അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹങ്ങൾ എന്നുള്ളതാണ്. ദെൻ അവസാനമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം എന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പൊ ഏറ്റവും ഉയർന്ന തലം ഏത് എന്ന് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. അത് ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ ആത്മസാക്ഷാത്കാരമാണ്, തെറ്റിക്കരുത്. പിന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യത ഫിസിയോളജിക്കൽ, അതായത് ശാരീരികപരമായ ആവശ്യങ്ങൾക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യങ്ങൾക്കും ഇടയിൽ വരുന്നത് ഏതാണ്, അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അത് ഏതാണ്? അത് സേഫ്റ്റി നീഡ്സ് ആണ്, അഥവാ സുരക്ഷിതത്വപരമായ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളോട് ഇനി അടുത്തതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എറിക് എറിക്സന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റുകളാണ്. ഓരോ കാലഘട്ടത്തിലും ഒരു പ്രതിസന്ധി ഘട്ടം അല്ലെങ്കിൽ വികാസത്തിന്റെ ഓരോ തലങ്ങളിലും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത വ്യക്തിയാണ് ആര്? എറിക് എറിക്സൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്നും ചോദിക്കാറുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് വികാസം പ്രാപിക്കുന്നത് എന്ന തിയറി മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? എറിക് എറിക്സൺ ആണ്. എന്നും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റേജസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതില് നമുക്ക് ഇൻഫന്റ്, അതായത് ജനിച്ച ആ ഒരു കാലഘട്ടം മുതൽ ഒരു 1.5 വയസ്സ് വരെ പ്രാഥമിക കാലഘട്ടം അല്ലെ, അതിൽ എന്താ വരിക? ബേസിക് ആയിട്ടുള്ള ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ് എന്നുള്ള ആ ഒരു 2 ഘട്ടങ്ങളാണ് കേട്ടോ. അപ്പൊ ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ് എന്ന് പറയും. 1.5 വയസ്സ്, അതായത് 18ാമത്തെ മാസം മുതൽ 3 വയസ്സ് വരെ സ്വാശ്രയത്വം, ജാള്യത എന്നുള്ള കാര്യമാണ് വരിക. സ്വാശ്രയത്വം അഥവാ ജാള്യത എന്നുള്ളത് വരും. ഇനി നമ്മളോട് ചോദിക്കുന്ന എക്സാമുകളിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന 3 കാര്യങ്ങളുണ്ട്. അതൊന്ന് നിർബന്ധമായും നോക്കി വെച്ചിരിക്കുക. ഒന്ന് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം, മുൻകൈയെടുക്കൽ കുറ്റബോധം അഥവാ ഇനീഷ്യേറ്റീവ് ഗിൽഡ്. ഇത് എന്നും ചോദിക്കാറുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ലൈവുകളിലൊക്കെ തന്നിട്ടുണ്ട്. ഇത് ഫൈനൽ റിവിഷൻ ആണ്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, ലിങ്ക് എടുത്ത് ഞാൻ അയച്ചു തരാം. ഓക്കെ, അതേപോലെ തന്നെ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം, ഊർജ്ജസ്വലത, അപഹർഷത, ഇൻഡസ്ട്രി വെസസ് ഇൻഫ്യൂരിയാരിറ്റി. 12 മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടം, അതാണ് നമ്മുടെ കൗമാര കാലഘട്ടം, ടീനേജ് എന്ന് പറയുന്നത്. അത് സ്വാവബോധം അഥവാ റോൾ കൺഫ്യൂഷൻ, ഐഡന്റിറ്റി വെസസ് റോൾ കൺഫ്യൂഷൻ. ഈ മലയാളം വാക്കുകൾ ചിലപ്പോൾ മാറ്റിയിട്ടൊക്കെ തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളതിൽ എന്താണ് ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസോ ഒക്കെ വരുമ്പോൾ അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ മലയാളം വാക്കുകൾ എന്ത് ചെയ്യും, ട്രാൻസ്ലേഷൻ സമയത്ത് മാറാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതിന്റെ ഇംഗ്ലീഷിലുള്ള വാക്കുകളും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഇൻഡസ്ട്രി വെസസ് ഇൻഫീരിയാരിറ്റി 6 മുതൽ 12 വയസ്സ് വരെ, 12 മുതൽ 18 വയസ്സ് വരെ സ്വാവബോധം അഥവാ ഐഡന്റിറ്റി വെസസ് റോൾ കൺഫ്യൂഷൻ. ഇത് 3 എണ്ണവും നിർബന്ധമായി നോക്കി വെച്ചിരിക്കുക. ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ?
ദെൻ അതേപോലെ 18 മുതൽ 35 വരെ യൗവനമാണ്, ഇന്റിമസി വെസസ് ഐസൊലേഷൻ. 35 മുതൽ 60 വരെ ജനറേറ്റീവ് വെസസ് സ്റ്റാഗ്നേഷൻ അഥവാ സൃഷ്ടി അഥവാ മുരടിപ്പ് എന്നുള്ള കാലഘട്ടം ട്ടോ. ഇതെല്ലാം ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ സർവീസിലുള്ള അധ്യാപകർ എന്തെങ്കിലും കാരണവശാൽ എക്സാം എഴുതാൻ പറ്റാതെ പോയ ആളുകൾ ഉണ്ടാവും, ഈ സമയത്ത് എക്സാം അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടി സർവീസിലുള്ള പുതിയ ബാച്ചുകളും നമ്മൾ ഐഎം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. കഴിഞ്ഞ സർവീസ് എക്സാമിൽ 100% വിജയം നേടിയെടുത്ത ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. പുതിയ ബാച്ച് ഓഗസ്റ്റ് 21 ആരംഭിക്കുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നമ്മളോട് എന്നും ചോദിക്കുന്ന അടുത്ത ഒന്നാണ് പിയാഷെ അല്ലെ. പിയാഷയുടെ സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് പിയാഷെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ട വക്താവാണ് അല്ലെ. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിയാഷെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈഗോട്സ്കി ആണെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്, തെറ്റിക്കരുത്. അതേപോലെ തന്നെ അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് ആരുടേതാണ്? പിയാഷെയുടെ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതില് ഇന്ദ്രിയ ചാലകഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് 0 to 2 years എന്നൊരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ അതിൽ വരുന്നത് റിഫ്ലക്സുകൾ, സംവേദനം ഇവയെല്ലാം തന്നെ ചുറ്റുപാടിൽ നിന്നും ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം 0 to 2 years പറയുമ്പോൾ ഇന്ദ്രിയ ചാലഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് ഇല്ലേ. അതേപോലെ തന്നെ മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നത്, സംഭവങ്ങൾ ഓർത്തു വെക്കാൻ തുടങ്ങുന്നത്, വസ്തുസ്ഥൈര്യം അഥവാ ഒരു സാധനം നമ്മൾ കാക്ക കൊണ്ടുപോയി എന്ന് വെച്ച് ഒളിപ്പിച്ചു വെച്ചാലും അത് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ അവസാന ഘട്ടത്തിലാണ്. ഓക്കെ, റിഫ്ലക്സുകൾ പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവമായ പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റം എന്നുള്ളതും ഓർത്തു വെച്ചിരിക്കുക. ദെൻ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രാഗ് മനോവ്യാപാര ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. അതിൽ ഭാഷ വികസിക്കുന്നതും സിംബൽസുകൾ മനസ്സിലാക്കുന്നതും ഈഗോ സെൻട്രിക് തോട്ടും. എന്നും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈഗോ സെൻട്രിക് തോട്ട്. ഓക്കെ, ഈഗോ സെൻട്രിക് തോട്ട്, സെൻട്രേഷൻ ഇത് രണ്ടും ഏതിന്റെയാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിന്റെ സവിശേഷതകളാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, എന്നും ചോദിക്കുന്നത് ആ 2 കാര്യങ്ങളാണ് കേട്ടോ. അതേപോലെ തന്നെ ഇനി അടുത്ത് വരുന്നതാണ്, അതേപോലെ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ തന്നെ ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന അഥവാ ഇറിവേഴ്സിബിലിറ്റി എന്നുള്ളത്. അതായത് ഇപ്പോ 1 രൂപയിൽ എത്ര 50 പൈസയുണ്ട് എന്ന് ചോദിച്ചാൽ 2 എന്ന് പറഞ്ഞാൽ 2 50 പൈസ ചേർന്നാൽ എത്ര രൂപയാകും എന്ന് ചോദിച്ചാൽ പറയാൻ അറിയാതിരിക്കുന്ന ഒരു അവസ്ഥ. ഉദാഹരണം മാത്രമാണ് പറഞ്ഞ്, അതാണ് എന്ത് ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ എല്ലാ വസ്തുക്കൾക്കും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായി കരുതുന്നത്. പാവക്കുട്ടിക്ക് ചോറ് കൊടുക്കുക, അതേപോലെ തന്നെ ഫോൺ എന്തെങ്കിലും എടുത്ത് അതിന് വർത്താനം പറയുക, കുട്ടിയാണ് എന്ന് പറഞ്ഞ് കളിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. അതാണ് എല്ലാ വസ്തുക്കളും ജീവനുണ്ട് എന്ന് കരുതുന്നതാണ് അനീമിസം എന്ന് പറയുന്നത്. അതും ഏത് ഘട്ടത്തിന്റെയാണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിന്റെ സവിശേഷതയിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ അല്ലെ. അടുത്തതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം. 7 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയും. പ്രായം ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ചോദിക്കാറുണ്ട്. ഓക്കെ, അതിൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യാവർത്തനത്തിലുള്ള കഴിവ് ആർജിക്കുന്നു. അതേപോലെ ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. യുക്തിപൂർവമായി കുട്ടി ചിന്തിക്കാൻ കഴിയുന്ന കാലഘട്ടം, കുട്ടിക്ക് യുക്തിപൂർവമായി ചിന്തിക്കാൻ തുടങ്ങുന്ന കാലഘട്ടം ഏത് എന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ദെൻ ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, നമ്മുടെ 4ാമത്തെ സ്റ്റേജ് 11 മുതൽ കൗമാരത്തിന് ശേഷം എന്ന് വരുന്ന കാലഘട്ടമാണ്. അതിലാണ് എന്ത് ഹൈപ്പോത്തിസിസും നമ്മുടെ പ്രെഡിക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അമൂർത്തമായ പ്രശ്നങ്ങളെ കുറിച്ച് യുക്തിപൂർവം പരിഹരിക്കാൻ കഴിയുന്ന കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അമൂർത്തമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത്. ഓക്കെ ആണ്, തെറ്റിക്കരുത് കേട്ടോ. അതും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിൽ ഉറപ്പായും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലെ അനീമിസം, ഇറിവേഴ്സിബിലിറ്റി, സെൻട്രേഷൻ, ഈഗോ സെൻട്രിക് തോട്ടുകൾ, ഇത് 4ഉം ചോദിക്കാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. ദെൻ ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള, എപ്പോഴും ചോദിച്ചു കാണുന്ന 1-2 കാര്യങ്ങളാണ് ഏത്? സമായോജന ക്രിയാതന്ത്രങ്ങൾ. ഏതാണ്? സമായോജന ക്രിയാതന്ത്രങ്ങൾ. അതായത് ഒരു മാനസിക സംഘർഷ സാഹചര്യത്തെ നിന്നും പുറത്തേക്ക് വരാനായി മനസ്സ് സ്വയമായി കണ്ടെത്തുന്ന തന്ത്രങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സമായോജന ക്രിയാതന്ത്രങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ പറയുന്നത്. അതിൽ നമ്മളോട് ചോദിക്കുന്ന എക്സാമ്പിൾസ് മാത്രം ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, പ്രതിപൂരണം അഥവാ കോമ്പൻസേഷൻ എന്ന് പറയും. അതായത് ഒരു മേഖലയിൽ, അതായത് പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന രാജു ക്രിക്കറ്റ്
ടീം ക്യാപ്റ്റൻ ആണ്. അപ്പൊ അതിൽ ഏത് ക്രിയാതന്ത്രമാണ് അവിടെ പ്രയോഗിക്കപ്പെടുന്നത് എന്ന് ചോദിക്കാം. അതായത് ഒരു മേഖലയിലെ പോരായ്മ മറ്റൊരു മേഖലയിലെ മികവ് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രതിപൂരണം എന്നോ അനുപൂരണം എന്നോ വാക്ക് തരാട്ടോ. അനുപൂരണം പ്രതിപൂരണം രണ്ടും മലയാളത്തിൽ തരാറുണ്ട്. കോമ്പൻസേഷൻ എന്നാണ് വാക്ക് വരുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് റിഗ്രഷൻ അഥവാ പശ്ചാത്ഗമനമാണ്. റിഗ്രഷനും ഉണ്ട് റിപ്രഷനും ഉണ്ട്, തെറ്റിച്ചു പോകരുത്. റിഗ്രഷൻ എന്ന് പറയാൻ പശ്ചാത്ഗമനം, അതായത് പുതിയൊരു കുട്ടി വരുന്ന സമയത്ത് മൂത്ത കുട്ടിക്ക് ശ്രദ്ധ കിട്ടാതെ പോകുന്നു തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും, ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യും. അതായത് വായിൽ കൈയിടുക, കൊഞ്ചി സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് ഇത് റിഗ്രഷൻ എന്ന് പറയുന്നത്. റിപ്രഷൻ എന്ന് പറയുന്നത് ദമനമാണ്. അതായത് നമുക്കൊരു സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് മനസ്സിന്റെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണത, അതാണ് ദമനം. അത് റിപ്രഷൻ ആണ് കേട്ടോ. അത് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട ആശയം എന്ന് ചോദിക്കാറുണ്ട്. അത് ദമനമാണ്, തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, ഇനി കോമ്പൻസേഷൻ നമ്മൾ പറഞ്ഞു. അടുത്തത് എന്നും ചോദിക്കാറുള്ളതാണ് ഉദാത്തീകരണം. അതായത് നമുക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നടക്കാത്തൊരു കാര്യമാണെങ്കിൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആകുന്ന മറ്റൊരു മാർഗത്തിലൂടെ അതിനെ നേടിയെടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് സബ്ലിമേഷൻ അഥവാ ഉദാത്തീകരണം എന്ന് പറയുന്നത്. എന്നും ചോദിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നതും അച്ഛനമ്മ ഇല്ലാത്ത കുട്ടികളില്ലാത്ത അച്ഛനമ്മമാര് അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഗിഫ്റ്റും സ്വീറ്റ്സും ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും പഠനത്തിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തരാറ്. ഓക്കെ, അതേതാണ് സബ്ലിമേഷൻ അഥവാ ഉദാത്തീകരണമാണ്. ഇനി യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ. പരാജയം ഉണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ, കൈയക്ഷരം മോശമായ പേനയെ കുറ്റം പറയാ എന്ന രീതിയിലുള്ള തെറ്റായ, എല്ലാവർക്കും പരീക്ഷ ടഫായിരുന്നു, ഞാൻ മാത്രമല്ല എല്ലാവരും തോറ്റിട്ടുണ്ട് എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങൾ. ഇനി ഐഡന്റിഫിക്കേഷൻ അഥവാ താതാത്മ്യീകരണം. ഐഡന്റിഫിക്കേഷൻ എന്ന താതാത്മ്യീകരണമാണ് ഈ സൂപ്പർ ഹീറോസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഇതാണ് വരുന്നത്. അതായത് മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുക. അതായത് ഒരു മെസ്സി ഗോൾ അടിച്ചു, ഇവിടെ കിടന്ന് തുള്ളിക്കളിക്കും അല്ലെ, ഭയങ്കര സന്തോഷമായിരിക്കും. എന്തുകൊണ്ടാണ്? അവർ ഗോൾ അടിച്ചുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടായിട്ടില്ല, പക്ഷെ മറ്റുള്ളവരുടെ വിജയം നമ്മുടെ വിജയമായിട്ട് കണ്ട് സന്തോഷിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് താതാത്മ്യീകരണം, ഐഡന്റിഫിക്കേഷൻ. ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ദമനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രക്ഷേപണം, പ്രൊജക്ഷൻ. അതായത് സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരുടെ തെറ്റ് ആരോപിക്കുക. ഓക്കെ, നമ്മളുടെ മേലെയാണ് കുറ്റം, പക്ഷെ എന്ത് ചെയ്യും നമ്മൾ, ഞാനല്ല അവരാണ് എന്ന രീതിയിൽ പറയുന്നത് കേട്ടോ. ദെൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, തെറ്റിച്ചു പോരുത്. ഇതിൽ ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കും കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയില് ഫ്രോയിഡിന്റെ 3 ഘട്ടങ്ങൾ. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ ഈ 3 എണ്ണത്തില് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് സുഖതത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ. ഈഗോ ആണെങ്കിൽ യാഥാർത്ഥ്യ തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി. സൂപ്പർ ഈഗോ ആണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ്, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. അപ്പൊ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് സന്മാർഗ തത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫ്രോയിഡിന്റെ മാനസിക തലം ഏത് എന്ന് ചോദിക്കാം. അത് സൂപ്പർ ഈഗോ ആണ്. യാഥാർത്ഥ്യ തത്വവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ഈഗോ ആണ്, യാഥാർത്ഥ്യം ഈഗോ. സുഖതത്വമാണെങ്കിൽ അത് ഇതാണ്. ഓക്കെ അല്ലേ? അവിടെ ഒന്നും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി എന്നും ചോദിക്കുന്ന അടുത്ത സെക്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ പോർഷൻസ് എല്ലാം നിർബന്ധമായും ഇന്ന് തന്നെ ഒന്നുകൂടെ നോക്കി പോവുക, കാരണം ഇതിൽ നിന്നുള്ളൊരു ചോദ്യം ഉറപ്പാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ദെൻ പഠന വൈകല്യങ്ങൾ അല്ലെ, നമുക്ക് പഠന വൈകല്യങ്ങൾ പഠിക്കുമ്പോൾ ഡിസ്ലെക്സിയ വായനാ വൈകല്യം അല്ലെ, ഡിസ്ലെക്സിയ വായനാ വൈകല്യം, ഡിസ്ഗ്രാഫിയ എഴുത്തുമായി ബന്ധപ്പെട്ടിട്ട്, ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക്കലായി ബന്ധപ്പെട്ട് അല്ലെ, കണക്കുകൂട്ടലുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ, ഡിസ്പ്രാക്സിയ, ഡിസ്ഫാസിയ, അനോറക്സിയ ഫുഡുമായി ബന്ധപ്പെട്ടിട്ട്, ഇതെല്ലാം ചോദിക്കാറുണ്ട്. ഈ 3 വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നവയാണ്, തെറ്റിക്കരുത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള അടുത്ത മേഖല എന്ന് പറയുന്നത് ബുദ്ധി സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇതിൽ ബുദ്ധി സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് 2 ഫാക്ടർ തിയറി അഥവാ ദ്വിഘടക സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പിയർമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാൻ ആണ്. ബഹുഘടക സിദ്ധാന്തം അഥവാ മൾട്ടി ഫാക്ടർ തിയറി ആണെങ്കിൽ അത് തോണ്ടേക്ക് ആണ്. സംഘഘടക സിദ്ധാന്തം അഥവാ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആണെങ്കിൽ തേൺസ്റ്റൺ ആണ്. ത്രിമുഖ സിദ്ധാന്തം അഥവാ 3 ഫാക്ടർ തിയറി ആണെങ്കിൽ അത് GP ഗിൽഫോർഡ് ആണ്, ഗിൽഫോർഡ്. ഓക്കെ, പിന്നെ ഗോൾമാൻ എന്താണ്?
വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾമാൻ ആണ്, തെറ്റിക്കരുത് കേട്ടോ. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരാണ്? കമന്റ് ചെയ്തേ. അപ്പൊ നിങ്ങൾ അത് കമന്റ് ചെയ്യണം കേട്ടോ. ഹവാർഡ് ഗാർഡനർ ആണ്. അതേപോലെ തന്നെ എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഹവാർഡ് ഗാർഡനർ ആണ് കേട്ടോ. ഇനിയിപ്പോ കമന്റ് ചെയ്യാനൊന്നും നിങ്ങൾ ആലോചിച്ച് സമയം കളയണ്ടെന്ന് വെച്ച് ഉത്തരം പറഞ്ഞു തന്നാണ്. പക്ഷെ കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇത് യൂസ്ഫുൾ ആണോ എന്നുള്ളത് കമന്റ് ചെയ്യണം. അതോടൊപ്പം നാളെ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ മറക്കാതെ ഇതിൽ എത്ര ചോദ്യം വന്നു എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആൽഫ്രഡ് ബിനെ ആണ്. ബുദ്ധിമാപനം അല്ലെങ്കിൽ ബുദ്ധിമാനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ്. തിരിച്ചു പോവരുത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഇക്വേഷൻ എന്നും ചോദിക്കാറുണ്ട്. മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിലുള്ള അനുപാതത്തിന്റെ ശതമാനമാണ് ഇതെന്ന് പറയുന്നത്. ബുദ്ധിമാനം അഥവാ IQ ഇന്റലിജൻസ് കോഫിഷ്യൻ എന്ന് പറയുന്നത് MA/CA × 100 ആണ് ഇക്വേഷൻ. MA മെന്റൽ ഏജ് ആണ്. അതേപോലെ CA ക്രോണോളജിക്കൽ ഏജ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. വൈകാരിക ബുദ്ധിയുടെ വക്താവ് ഡാനിയൽ ഗോൾമാൻ ആണ്. ഓക്കെ, വൈകാരിക വികസനമാണെങ്കിലോ? വൈകാരിക ബുദ്ധി ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക വികസനമാണെങ്കിൽ അത് ആരാണ്? കാതറിൻ ബ്രിഡ്ജസ് ആണ്. ഓക്കെ, ദെൻ ചോദിക്കാറുണ്ട് ട്രേറ്റ് അപ്രോച്ച് അഥവാ സവിശേഷ സമീപനത്തിന്റെ വക്താവ് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണത്? ആൽപോർട്ട് ആണ്, തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ കേഡറ്റിന്റെ പുതിയ ബാച്ചുകൾ എയിംസിൽ ആരംഭിക്കുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും അതിന്റെ രീതികളും എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ആത്മനിഷ്ഠാ രീതി, അതിൽ നിരീക്ഷണ രീതി അഥവാ ഒബ്സർവേഷൻ മെത്തേഡ് ചോദിക്കാറുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്നത് ലബോറട്ടറി മെത്തേഡ് അഥവാ ഡാൾട്ടൺ പ്ലാൻ. ലബോറട്ടറി മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ഡാൾട്ടൺ പ്ലാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിക്കുന്നത് സഞ്ചിത രേഖ. ഓക്കെ, ചോദിക്കുന്നതാണ് സഞ്ചിത രേഖ. അതായത് ഒരു കുട്ടിയുടെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് വെക്കുന്ന ഇതാണ് ഏതെന്ന് പറയുന്നത്? സഞ്ചിത രേഖ. ആ കുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലി കീപ്പ് ചെയ്യുന്നതാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. ആ കുട്ടിയുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അത് അനക്ഡോട്ടൽ റെക്കോർഡാണ്, ഉപാഖ്യാന രേഖ എന്ന് പറയും. ഓക്കെ, ഇതാ ഉപാഖ്യാന രേഖ, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ. ഇത് എല്ലാ കാര്യങ്ങളും. ഇനി ആ കുട്ടിയുടെ ആ ഒരു അക്കാഡമിക് ഇയർ ഫുൾ ആയിട്ട് ആ കുട്ടി ചെയ്ത പഠന പ്രവർത്തനങ്ങളുടെ എല്ലാത്തിന്റെയും സമഗ്രമായ ശേഖരമാണെങ്കിൽ അത് പോർട്ട്ഫോളിയോ ആണ് കേട്ടോ. അതേതാണ്? പോർട്ട്ഫോളിയോ ആണ്. ഇനി ഒരാളെ കുറിച്ച് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ആരോടും സംസാരിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു കുട്ടി, മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയെ കുറിച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ ഏത് പഠന തന്ത്രമാണ് ഉപയോഗിക്കുക എന്നൊരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. അത് ഏതാണ്? അത് കേസ് സ്റ്റഡി ആണ്. ഓക്കെ, തെറ്റിക്കരുത്. ഇനി ആക്ഷൻ റിസർച്ച് നമ്മളോട് എന്നും ചോദിക്കാറുള്ളതാണ് അല്ലെ? ആക്ഷൻ റിസർച്ച് അത് എന്താണ് സംഭവം? ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ക്ലാസ്സിൽ 45 കുട്ടികൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ. അതിൽ നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിപ്പിക്കുമ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ 25-ലധികം കുട്ടികളും തെറ്റിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ടീച്ചർമാർ നമ്മൾ പറഞ്ഞു കൊടുത്തതിലുള്ള എന്തോ ഒരു പ്രശ്നമാണ് അല്ലെ? അപ്പൊ ആ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി ഒന്നുകൂടെ കുട്ടികളെ എല്ലാം ക്ലിയർ ചെയ്യിപ്പിക്കാൻ, അതായത് നമ്മുടെ പഠനത്തിലുള്ള പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്ന പരിഹാരം കാണുന്ന ആ ഒരു രീതി അല്ലെ, അവിടെ തന്നെ അതിനൊരു സൊല്യൂഷൻ കൂടെ കണ്ടെത്തുന്നുണ്ട്. അതാണ് ഏതെന്ന് പറയുന്നത്? ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗം അത് മാത്രം പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ആപ്പുകൾ പറഞ്ഞു തരാം. അതിനു മുമ്പ് 1-2 കൺസെപ്റ്റുകൾ കൂടെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞു. ആരാണ്? കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം പിയാഷെ ആണ്. അതേപോലെ തന്നെ ബ്രൂണറുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സ്പൈറൽ അപ്രോച്ച്. ഓക്കെ, സ്പൈറൽ അപ്രോച്ച്. അതേപോലെ സ്പൈറൽ കരിക്കുലം ആരുടെ കൺസെപ്റ്റ് ആണ് എന്നുള്ളത്? ഡിസ്കവറി ലേണിംഗ്. ഓക്കെ, ഡിസ്കവറി ലേണിംഗ് ഒക്കെ ആരുടെ കൺസെപ്റ്റ് ആണ്? ബ്രൂണറുടെ കൺസെപ്റ്റ് ആണ്. എന്നും ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ചോംസ്കിയുടെ കൺസെപ്റ്റില് പ്രധാനപ്പെട്ടതാണ് യൂണിവേഴ്സൽ ഗ്രാമർ. ഓക്കെ, യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയും. ഓക്കെ, അതേപോലെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, അതായത് മനുഷ്യ മനസ്സിൽ തന്നെ ജനനസമയത്ത് തന്നെ എന്തുണ്ടാവും? നമുക്ക് ഈ ഭാഷ സ്വായത്തമാക്കാനുള്ളൊരു തന്ത്രം അല്ലെങ്കിൽ ഒരു യന്ത്രം ഉണ്ട് എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ചോംസ്കി എന്ന് പറയുന്നത്. അതേപോലെ വൈഗോട്സ്കിയുടെ എന്നും ചോദിക്കുന്നതാണ് കേട്ടോ. വൈഗോട്സ്കിയുടെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ആരുടെ ആശയമാണ്? വൈഗോട്സ്കിയുടെ ആണ്. സ്കഫോൾഡിംഗ്.
എന്നും ചോദിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. സ്കഫോൾഡിങ് ആരുടേതാണ്? വൈഗോട്സ്കിയുടെ കൺസെപ്റ്റ് ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരുടെ ആശയമാണ്? വൈഗോട്സ്കിയുടെ ആശയം തന്നെയാണ്. അതെന്നും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്, തെറ്റിച്ചു പോകരുത്. അതേപോലെ കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ് ഒക്കെ ഇദ്ദേഹത്തിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സാമൂഹിക ഇന്ററാക്ഷൻസിലൂടെ മാത്രമേ, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ മാത്രമേ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. മോർ നോളേജബിൾ അതർ, തന്നേക്കാൾ അറിവുള്ള മറ്റൊരു വ്യക്തി എന്നുള്ള കൺസെപ്റ്റും ആരുടേതാണ്? ഓക്കെ, വൈഗോട്സ്കിയുടേത് തന്നെയാണ്. ഓക്കെ, ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമുകളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ആപ്പുകളുടെ പേര് കൂടെ പഠിക്കാം കേട്ടോ. അവഗാഡ്രോ എന്ന് പറയുന്നത് കെമിക്കൽ എഡിറ്റർ വിഷ്വലൈസേഷൻ ആപ്ലിക്കേഷൻ ആണ്. കെംടൂൾ എന്ന് പറയുന്നത് മോഡിഫൈ ഇമേജസ് ഓഫ് കെമിക്കൽ സ്റ്റേറ്റ്, അതൊക്കെ ഫിസിക്സുകാർക്ക് സയൻസുകാർക്ക് വരാൻ സാധ്യതയുള്ളതാണ്. എഡ്യൂക്കേറ്റീവ് സിമ്പിൾ ഇന്ററാക്റ്റീവ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആണ്. അതേപോലെ നമ്മളോട് ചോദിക്കാറുള്ളത് ജി കോംപ്രൈസ് ആണ്. എഡ്യൂക്കേഷണൽ ഗെയിം ആണ്. 2 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഗെയിമിംഗ് ആണ്. ജിയോജിബ്ര മാത്സുമായി ബന്ധപ്പെട്ട ജിയോമെട്രി, ആൽജിബ്ര, സ്റ്റാറ്റിസ്റ്റിക്സ്, കാൽക്കുലേഷൻ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. ചോദിക്കുന്ന മാത്രം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. കാൽസ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കെമിക്കൽ എലമെന്റ്സും പീരിയോഡിസിറ്റിയും മനസ്സിലാക്കാനുള്ള ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ജോഗ്രഫി എന്ന് പറയുന്നത് സോഷ്യൽ സയൻസുകാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വെർച്വൽ അറ്റ്ലസ് ആണ്. ലെറ്റേഴ്സ് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ടെക് ലാബ് എന്ന് പറയുന്നത് ഡിസൈനിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ലോജിക്കൽ സർക്യൂട്ടുകൾ, ലോജിക്കൽ സർക്യൂട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫിസിക്സ് സയൻസുകാർക്ക് ചോദിക്കും ടെക് ലാബ്. ഓക്കെ, അതേപോലെ തന്നെ ഫെറ്റ് ചോദിക്കാറുള്ള പ്രൊവൈഡ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്റ്റിമുലേഷൻസ് ഫോർ ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ചോദിക്കുന്നതാണ്. റാസ്മോള് നമുക്ക് ഏതാണ്? പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, സ്മോൾ മോളിക്യൂൾസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. സരിക മലയാളം ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ആണ്. സ്റ്റെല്ലേറിയം ചോദിച്ചിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ആണ്. സൺ ക്ലോക്ക് എന്ന് പറയുന്നത് യൂസ് ടു ഡിസ്പ്ലേ ദ ടൈം ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി സൺ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളോട് എന്നും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾക്ക് ഇനി വരാൻ സാധ്യതയുള്ള 1-2 കൺസെപ്റ്റ് ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം, പറഞ്ഞിരുന്നു. 1-2 കൺസെപ്റ്റ് പറയാം. ഇൻഡക്റ്റീവ് മെത്തേഡ് ആഗമന രീതി എന്ന് പറയും. ഓക്കെ, ആഗമന രീതി. ഡിഡക്റ്റീവ് മെത്തേഡ്, നിഗമന രീതി. ഓക്കെ, ഇത് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് വെക്കുമ്പോൾ DGP എന്ന കോഡ് ഓർത്താൽ മതി. അതായത് ഡിഡക്റ്റീവ് മെത്തേഡ് ജനറലിൽ നിന്നും പെർട്ടിക്കുലറിലേക്ക്, അതായത് ഒരു അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള മെത്തേഡാണ്. പൊതു തത്വത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക്. ഡിഡക്റ്റീവ് ആണ്, നിഗമന രീതിയാണ് കേട്ടോ. അതേപോലെ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ, അതായത് ഉദാഹരണങ്ങളിൽ നിന്നും എക്സാമ്പിളുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നു? പൊതു തത്വത്തിലേക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി നോക്കി വെച്ചോളൂ. ഇതൊന്നും ഈ ചോദ്യങ്ങൾ ഉറപ്പായും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. 100% ഷുവർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മിനിറ്റുള്ള ഒരു ഓടിച്ചുള്ള പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയത്. നമ്മൾ മാരത്തോൺസും കഴിഞ്ഞിട്ടുള്ള ലൈവുകളും എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിലൂടെ തന്നെ ഈ ക്ലാസ്സുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ശ്രീ ലേണിംഗ് എന്ന നമ്മുടെ ആപ്പിലൂടെ കേട്ടതിന്റെ നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസിന് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അവസാനഘട്ട പ്രിപ്പറേഷൻ മാത്രമാണ് ഇത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും പോയിന്റുകൾ നോക്കാനോ പഠിക്കാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആദ്യം പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചുകൾ മറക്കണ്ട. ഓഗസ്റ്റ് 10-ാം തീയതി ജനറൽ കേഡറിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9446537087 നമ്പർ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കേഡറ്റ് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, ID പ്രൂഫ്, 2 പെന്ന് എന്നിവ നിർബന്ധമായിട്ടും കൊണ്ടുപോവുക. അതോടൊപ്പം നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. 150 മാർക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 150 എണ്ണവും നിർബന്ധമായും എഴുതുക, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ബബിൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ബബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻസർ കീക്കായിരിക്കും താഴെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.